തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് 4.5 കോടി രൂപ കവർന്ന കേസിൽ 5 മലയാളികൾ പോലീസ് പിടിയിലായി. കൊല്ലം, പാലക്കാട്, തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. മുംബൈ സ്വദേശിയുടെ കാർ തടഞ്ഞായിരുന്നു ഇവരുടെ കവർച്ച. മുഹമ്മദ് റഗീസ് ഈ വാർത്തയുടെ അപ്ഡേഷനുമായി നമുക്കൊപ്പം ചേരുന്നു. റഗീസ്, ഈ മലയാളികൾ നമുക്ക് ഖ്യാതി ഉണ്ടാക്കിയാണല്ലോ, പ്രശസ്തി പറയൂ. വലിയ കുപ്രസിദ്ധിയാണ് എന്തായാലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കേസിന് 2 ഭാഗമുണ്ട്. ഒന്നാമതായിട്ട് കഴിഞ്ഞ മാസം ഇതുപോലൊരു മുംബൈ സ്വദേശി ജതിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു കൊറിയർ കമ്പനി ഉടമയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കാറ് തടഞ്ഞു നിർത്തിയിട്ടാണ് ഈ മലയാളി സംഘം 4.5 കോടി രൂപ ഹൈവേയിൽ നിന്നും തട്ടിയെടുക്കുന്നത്. അത് 2 വാഹനങ്ങളിലായി ഇവരെത്തി ഈ കാറ് തടഞ്ഞു നിർത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കാഞ്ചീപുരത്ത് വെച്ചിട്ട് ഈ ഒരു പണം കവർന്നുകൊണ്ടുപോയത്. 4.5 കോടി രൂപയാണ് കവർന്നുകൊണ്ടുപോയത്. അതിനുശേഷം ഇയാൾ പരാതി നൽകുന്നു. പരാതിക്ക് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തുന്നു. ഇതേ സമയം നാട്ടിൽ ഈ 5 പേരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അതായത് കൊല്ലം, പാലക്കാട്, തൃശൂർ സ്വദേശികളാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. VP കുഞ്ഞു മുഹമ്മദ്, ഇദ്ദേഹം പാലക്കാട് സ്വദേശിയാണ്. ഒപ്പം തന്നെ തൃശൂർ സ്വദേശിയായിട്ടുള്ള ജയൻ 46 വയസ്സ്, കൊല്ലം സ്വദേശികളായ റിഷാദ്, സുജിലാല്, ഒപ്പം തന്നെ മുണ്ടൂർ സ്വദേശി സന്തോഷ്, ഈ 5 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഈ 5 പേരിൽ ഒതുങ്ങുന്നതല്ല സംഘം, 12 പേരുണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഒരു വലിയ സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഹൈവേയിൽ കാറുകൾ തടഞ്ഞു നിർത്തി മോഷണം നടത്തുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ കവർച്ച നടത്തുന്നു. അതേസമയം തന്നെ ബന്ധുക്കൾ ഇവരെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി നൽകുകയും ചെയ്യുന്നു. എന്തായാലും 2 അന്വേഷണവും എത്തി നിൽക്കുന്നത് ഇവരെ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തിയപ്പോൾ ഇവർ കാഞ്ചീപുരം പോലീസിന്റെ പിടിയിലാണ്. എന്തായാലും ഈ സംഘവുമായി കേരളത്തിലേക്ക് പോലീസ് തിരിച്ചിട്ടുണ്ട്. അവിടെ നിന്നും 12 പേരെ കൂടി പിടികൂടാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. SKN. മുഹമ്മദ് റഗീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.